കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം കാ കൊണ്ടുള്ള 3 വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ കാ ഇക്ക വെച്ചിട്ടുള്ള 3 വാക്കുകൾ എഴുതാനും വായിക്കാനും കൂട്ടുകാരെ പഠിപ്പിക്കാം. നോക്കിയാലോ നമുക്ക്. ഇത് എന്തക്ഷരാണിത്? ഖായാണല്ലേ ഇത്. വ്യഞ്ജനാക്ഷരങ്ങളിലെ 2ാമത്തെ അക്ഷരാണല്ലേ. നമുക്ക് നോക്കാം ഖാ വെച്ചിട്ട് എഴുതാൻ പറ്റിയ വാക്കുകള്. ഖ, ന, നം. കൂട്ടി വായിച്ചു നോക്കിക്കേ. ഖ, ന, ന. ഇതെന്ത് ചിഹ്നാണത്? അമ്മിന്റെ ചിഹ്നാണല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതെല്ലാം. ഖ, ന, ന, അം. എങ്ങനെ വായിക്കും? ഖനനം. ഓക്കെ അല്ലേ? അടുത്ത അക്ഷരം എന്താണ്? ഇതെങ്ങനെ വായിക്കുന്നേ? ഇതെന്തക്ഷരാണ്? മാ എഴുതി ഊട ചിഹ്നയിട്ട് ഖാ എഴുതി അമ്മിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? മാ എഴുതി ഊട ചിഹ്നയിടുമ്പോ എങ്ങനെ വായിക്കുന്നേ? മു, ഖ, അം, മുഖം. ഇതില് ഖ എവിടാ വരുന്നത്? ഇവിടെ വരുന്നല്ലേ. ഫസ്റ്റത്തതിൽ എവിടാ വരുന്നത്? ആദ്യം തന്നെ വരുന്നുണ്ട്. ഖ, ന, ന, അം. ഖനനം. പിന്നെ എന്താണ്? മാ, ഊ, ഖ, അം, മുഖം. ഓക്കെ ആണോ? അടുത്ത വാക്ക് നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കണേ. ഖ, ജ, ന, വ. എങ്ങനെ വായിക്കുന്നേ? ഖ, ജ, ന, വ എഴുതി ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? ഖജനാവ്. ഖ, ജ, ന, ആയുടെ ചിഹ്നം വ എഴുതി മേലിൽ നമ്മൾ ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കുന്നേ? ഖജനാവ് അല്ലേ. അപ്പോ ഖ വെച്ചിട്ടുള്ള 3 വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഖനനം, ഖ, ന, ന, അം. എങ്ങനെ വായിക്കും? ഖനനം. 2ാമത്തെ എന്താണ്? മാ എഴുതി ഊട ചിഹ്നയിട്ട് ഖായിട്ട് അമ്മിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? മുഖം. അടുത്ത എന്താണ്? ഖജനാവ്. ഖ, ജ, ന, വ. വ എഴുതി ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കുന്നേ? ഖജനാവ്. ഖനനം, മുഖം, ഖജനാവ്. നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുക്കാവോ കൂട്ടുകാരെ? ഇഷ്ടായോ? വീഡിയോ ഇഷ്ടായോ? ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.